ഇത്രയും നമ്മൾ ലോൺ എടുത്തിട്ട് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ തിരിച്ചടവ് അത്ര ഉണ്ടാവും. ഈ കാർ വാഷിൽ പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എത്രയാണ് വരുന്നത് ഒരു കൊല്ലം, അതാണ് ഞാനിവിടെ കാണിച്ചത്. അവിടെ ചെയ്യുന്നതിന്റെ മോഡല് അതല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള SOP ഇതെല്ലാം ഡിഫറൻസ് ആയിരിക്കും. അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാവും, ബിസിനസ് മോഡൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസ് കളയുമ്പോഴാണ് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ഡൗൺ ആയിട്ട് പോകണം. ഇത്രയും നമ്മൾ ലോൺ എടുത്തിട്ട് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ തിരിച്ചടവ് അത്ര ഉണ്ടാവും. അതില് നമുക്ക് എത്രമാത്രം ഒരു ഉറപ്പ് വരുന്നില്ല അങ്ങോട്ട്. ഒരു മിനിറ്റ്, ഞാനൊരു റിപ്പോർട്ട് കാണിച്ചു തരാം. ഈ പേജ് കാണുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ, ഇതില് കാർ വാഷ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ കൂടെ ഡീറ്റെയിലിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പേടി എപ്പോഴും മനസ്സിലുണ്ടാവണം. ഓക്കെ, കാർ വാഷ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഷോറൂമിന്റെ എക്സ്പെൻഡിച്ചർ അതുപോലെ സാലറി കാര്യങ്ങൾ നടന്നു പോകാനുള്ള കാര്യമാണ് ഒന്ന്. രണ്ടാമത്തത് നമ്മൾ നോർമല് നമ്മളൊരു ബിസിനസ്സിലേക്ക് മറ്റു ബിസിനസ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ബിസിനസ്സിൽ ഈസി ആയിട്ട് ആൾക്കാരെ വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കാർ വാഷ്. അതായത് കാർ വാഷ് എന്ന് പറയണത് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. നമ്മളൊരു കാർ വാഷ് ബിസിനസ് മാത്രം ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ബിസിനസ് മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, നമ്മളവിടെ ഡീറ്റെയിലിങ്ങും അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളും ആഡ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഈ കാർ വാഷിന് നമ്മൾ എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും കസ്റ്റമർ വരും. പക്ഷെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അവർക്ക് അത് മനസ്സിലാക്കി അറിഞ്ഞ് നമ്മളായിട്ടുള്ള ഒരു ബന്ധം വന്നതിന് ശേഷം അവർ ഡീറ്റെയിലിങ്ങിന് വേണ്ടി ഒരു വണ്ടി നമുക്ക് തരുള്ളൂ. അപ്പൊ ഇവിടെ ഇനീഷ്യല് നമ്മളെ സ്ഥാപനത്തിലേക്ക് വണ്ടി വരാൻ കാർ വാഷ് അതിനൊരു ഉദാഹരണമാണ്. നമുക്ക് കാർ വാഷ് തുടങ്ങിക്കഴിഞ്ഞാല് പാത്താണ്. അപ്പൊ നമുക്ക് മറ്റു വർക്കിലേക്ക് ഈസിയായിട്ട് കൊണ്ടുപോകാം. അവിടെ ചെയ്യുന്ന ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കും, അപ്പൊ ഇതാണെന്ന് പറയാം. അവിടുത്തെ ഒരു നമ്മളവിടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും ഇവിടെ ഈ വർക്ക് നടക്കുന്നുണ്ടെന്ന്. അങ്ങനെയൊക്കെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ആക്ച്വലി കാർ വാഷ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും അത് മാത്രമല്ല നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് കാർ വാഷ് കൊണ്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ നമ്മളെ ലോണ് കാര്യങ്ങൾ ഇതെല്ലാം കട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു മാത്രമാക്കി വെക്കണം. നിങ്ങൾ പ്രോഫിറ്റ് ലെവലിലേക്ക് ഹയർ ലെവൽ പ്രോഫിറ്റ് ലെവലിലേക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യണം. ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ ഇട്ടിട്ടുള്ളത് മിനിമം ബ്രേക്കപ്പ് ആണ്. അതായത് ROI എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോർമൽ നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഏറ്റവും കുറവ് വണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് 1 ഇയറിൽ നമുക്ക് ഉണ്ടാക്കാം. എക്സ്പെൻഡിച്ചർ നമ്മൾ ഓൾറെഡി നമ്മളൊരു എക്സ്പെൻഡിച്ചറായിട്ട് ഞാൻ ഡീറ്റെയിൽ അയച്ചു തന്നിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് നമുക്ക് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇത് നമുക്ക് വരുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എത്രയാണ് വരുന്നത് ഒരു കൊല്ലം, അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഫോം ടാങ്ക് ബൈക്കിന്റെ വാഷിക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു 250 രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് നമുക്ക് 1 ഇയർ നമ്മളൊരു 3-5 വണ്ടി ഒരു ദിവസം വന്നാൽ മതി. 3-5 വണ്ടി ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് മാസം വരിക? ഏകദേശം ഒരു കൊല്ലാകുമ്പോൾ എത്ര വരും? ഒരു ഫോം വാഷ് ആണെങ്കിൽ ഒരു 8-10 വണ്ടി അതെന്തായാലും ഉണ്ടാവുമല്ലോ. 8-10 വണ്ടി മിനിമം. ആവറേജ് ആണ് ഞാൻ പറഞ്ഞ കേട്ടോ. മാക്സിമം നമ്മൾ കൂട്ടിയിട്ടിട്ടില്ല, 10-20 ഒന്നും പറഞ്ഞിട്ടില്ല. 8-10 വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ 500 രൂപ പെർ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ആണത്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് 1 ഇയർ. ഓക്കെ, നമ്മളൊരു ഇന്റീരിയർ ക്ലീനിങ്ങിന് എന്തായാലും ഒരു വണ്ടി വരും അല്ലെ, ഒരു മാസം. അത് നമ്മൾ ആകെ 12 വണ്ടി മാക്സിമം, അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 12 വണ്ടി, അത്രയും വണ്ടികൾ എന്തായാലും വരും. ഇനീഷ്യൽ വന്നില്ലെങ്കിലും നോർമൽ നമുക്ക് വരും അത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 1500 റുപ്യ ഓൾമോസ്റ്റ് ഒരു ആവറേജ് ഇട്ട് കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടും? ഓക്കെ, പിന്നെ ഒരു പോളിമർ കോട്ടിങ്, 1 സ്റ്റെപ്പ് പോളിഷിങ്, അത് പിന്നെ സെറാമിക് കോട്ടിങ്, ഗ്രഫൈൻ കോട്ടിങ്, PPF, അങ്ങനത്തെ ആക്സസറീസ്, സീറ്റ് ആൻഡ് മാറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞത് എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ഒരു കാർ വാഷിൻ്റെക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ആ ബിസിനസ് വല്ലാണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല ഒരു പറ്റില്ല. പരിധി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ട്. ഉം. അതിന് മേലേക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല. അതായത് നോർമൽ ഒരു ബാഗ് ഉണ്ടെങ്കിൽ മാക്സിമം 15 അല്ലെങ്കിൽ 20 അടുപ്പിച്ച് രാവിലെ 7 മണി 8 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 8 മണി വരെ വാഷ് ചെയ്യണമെങ്കിൽ ഒരു 20 വണ്ടി നമുക്ക് അതെ, അത്രേ ഉള്ളൂ, അത്ര പറ്റുള്ളൂ. വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആവണം, കുറച്ചും കൂടി നല്ല ക്ലയൻസുകൾ ഉണ്ട്, കൂടുതൽ വണ്ടികൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോമേറ്റ് ടച്ച്ലെസ് കാർ വാഷ് സെന്റർ ആക്കാം. അങ്ങനെ ആക്കുമ്പോൾ എന്ന് വെച്ചാൽ 20 നിന്നില് 50 കൊണ്ടുപോകും, 40 50 എന്നുള്ള റേഞ്ചിലേക്ക് മാറ്റാൻ പറ്റും. അവിടെ അങ്ങനെ പ്രോഫിറ്റ് ലെവലിലേക്ക് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. പിന്നെന്ന് പറയുന്നത് ബാഡ് എണ്ണം കൂട്ടാന്നുള്ളതാണ്. ഈ കാർ വാഷിൽ പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ കാർ വാഷ് മാത്രമാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ആ ഏരിയയിൽ അത്രയും വണ്ടികൾ, അതായത് ഒരു ദിവസം 20 വണ്ടികൾക്ക് മേലേക്ക് വരുന്നില്ല ഒരു സ്ഥലം നമ്മൾ നോക്കിയെടുക്കും. രണ്ടാമത്തത് അപ്പോൾ നമ്മൾ നോക്കി എക്സ്ട്രാ വണ്ടികൾ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മറ്റേ ഓട്ടോമാറ്റിക്കിന്റെ പോലത്തെ ടച്ച്ലെസ് നമ്മൾ യൂസ് ചെയ്യണം. ബ്രഷ് അല്ല, ടച്ച്ലെസ്, അതാണ് റെക്കമെൻഡ്. അത് യൂസ് ചെയ്യണം. പിന്നെന്ന് പറയണത് നമുക്ക് ബാഡ് എണ്ണം കൂട്ടണം. ഒരു ബാഡ് പകരം 3 4 5 ബാക്കി കഴിഞ്ഞാൽ അത്രയും വണ്ടികൾ വാഷ് ചെയ്ത് പോകും ഒരേ ടൈമിൽ. നമ്മൾ ഗൾഫിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു 10 ബേ 8 ബേ ഉള്ള സെന്റേഴ്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ന് വെച്ചാല് അവിടെ ബോഡി വാഷ് ചെയ്യണവരുണ്ടാവും, ഫുൾ വാഷ് ചെയ്യണവരുണ്ടാവും, ഡീറ്റെയിൽ വാഷ് ചെയ്യണവരുണ്ടാവും. ഇതൊക്കെ ആർക്ക് വന്നു കഴിഞ്ഞാലും കറക്റ്റ് നല്ല ടൈമിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് ചെയ്തിട്ട് പോവാം, ടൈം സേവിങ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ബിസിനസ് വിജയിക്കും. ഇനി അതല്ല, നമുക്ക് കുറഞ്ഞ സ്ഥലമാണ്, നമുക്ക് ഡീറ്റെയിലിംഗ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഏത് ബിസിനസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. എന്നുവെച്ചാൽ ഒരു പപ്പട ബിസിനസ് ചെയ്യുന്നവനും ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്, ഒരു സാധാ ഒരു ബിസ്ക്കറ്റ് കച്ചവടം ചെയ്യണവരും ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ അതുപോലത്തെ പല സ്ഥാപനങ്ങളും കണ്ടിട്ട് അയ്യോ കൂടുതൽ ഇങ്ങനെയെന്ന് പറയണമെന്ന് വെച്ചാൽ അവിടെ ചെയ്യുന്നതിന്റെ മോഡല്, അതല്ലെങ്കിൽ അവര് അവിടെ വെച്ചിട്ടുള്ള SOP ഇതെല്ലാം ഡിഫറൻസ് ആയിരിക്കും. അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാവും, ബിസിനസ് മോഡൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ക്വാളിറ്റി വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസ് കളയുമ്പോഴാണ് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ഡൗൺ ആയിട്ട് പോകണം. വാല്യൂസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ആ വാല്യൂസിന്റെ താഴത്തേക്ക് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ മേടിച്ചേക്കും നല്ല അടിപൊളി കാർ വാഷിങ്ങിന്റെ ഈ പറഞ്ഞ ഷാമ്പു കാര്യങ്ങളൊക്കെ നല്ല ബ്രാൻഡിലൊക്കെ മേടിച്ചേക്കും. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞാൽ അതിന് കുറച്ചിട്ട് പിന്നെ നമ്മൾ ആ 50 ലിറ്ററിന്റെ സോപ്പ് ഓയിലും അങ്ങനത്തെ ടീ പോലുള്ള സാധനങ്ങൾ മേടിച്ചേക്കും. ഇത് ഈ ഫ്രണ്ടില് ഈ കസ്റ്റമർ കാണുന്നിടത്ത് എന്താ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സുകളും സാധനങ്ങളും അന്ന് മേടിച്ച സാധനങ്ങൾ കൊണ്ടുവെക്കും. ഇത് കസ്റ്റമറൊക്കെ വിചാരിക്കുന്നത് വെച്ചാൽ ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ വാല്യൂ നഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ.